ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ചേച്ചിൻ്റെ ബാക്കി പേജ് 170 ഫോർത്ത് ക്വസ്റ്റ്യൻ. എ 68 centimeter long rope is used to make a rhombus on the ground. അപ്പോൾ ഒരു റോംബസ് നമ്മളിങ്ങനെ വളച്ച് ഒരു എന്തിൻ്റെ ആകൃതി വെക്കുന്നു, ഒരു റോപ്പ് വളച്ച് റോംബസിൻ്റെ ആകൃതി വെക്കുന്നു. The distance between a pair of opposite corners is 16 centimeter. That means ഓപ്പോസിറ്റ് കോർണേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 16 എന്ന് പറയുമ്പോൾ ഒരു ഡയഗണൽ 16. രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി അതർ ടു കോർണേഴ്സ്, മറ്റ് രണ്ട് കോർണേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് മറ്റേ ഡയഗണലിൻ്റെ ലെങ്ത്. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി ഗ്രൗണ്ട് ബൗണ്ടഡ് ബൈ ദി റോപ്പ്. അപ്പോൾ ആ റോപ്പ് ബൗണ്ട് ചെയ്ത ഏരിയ എന്ന് പറയുമ്പോൾ ആ റോംബസിൻ്റെ ഏരിയ ഇത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കിയേ, ABCD എന്ന് കാണിച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ റോംബസ് വളച്ചു വെച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ പെരിമീറ്ററാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വളച്ച് ഇത്രയും എടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പെരിമീറ്ററാണ് 68. അതായത് 4 into side is equal to 68. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 68/4, ദറ്റ് ഈസ് ഈക്വൽ ടു 17 centimeter എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ സൈഡ്സ് എല്ലാം 17 വീതം, സൈഡ്സ് എല്ലാം 17. ഇനിയും ഒരു ഡയഗണൽ 16 എന്ന് പറയുമ്പോൾ ഡയഗണൽസ് നമുക്കറിയാം. ഡയഗണൽസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ബൈസെക്റ്റഡ്. അപ്പോൾ AC എന്ന ഡയഗണൽ ഞാൻ 16 എന്നെടുക്കുന്നു. അങ്ങനെയാകുമ്പോൾ AO എന്ന് പറയുന്നത് 8, ഈ പാർട്ടും 8 ആണല്ലോ. നോക്കിക്കേ, ഇവിടെ ഒരു ഇവിടെ 4 റൈറ്റ് ട്രയാങ്കിൾസ് ഫോം ചെയ്തതിൽ ഏതെടുത്താലും മതി. അപ്പം ഞാനിവിടെ ഫസ്റ്റ് ട്രയാങ്കിൾ AOD എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ എടുക്കുന്നു. അവിടെ AD 17 centimeter, AO 8 centimeter. അറിയാമല്ലോ AO വരുന്നത് എങ്ങനെയാണെന്ന്. ഡയഗണൽസ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ബൈസെക്റ്റേഴ്സ് ഫോർ എ റോംബസ്. ഇനി OD, റൈറ്റ് ട്രയാങ്കിളിനെ സംബന്ധിച്ച് OD എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡാണ്. ഇത് ഹൈപ്പോട്ട്ന്യൂസ്, ഇത് ബേസ്. ഇത് മൂന്നും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? പൈതഗോറസ് തിയറം. എന്താണ്? ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് 17 സ്ക്വയർ മൈനസ് 8 സ്ക്വയർ. ഇത് ഞാൻ A സ്ക്വയർ മൈനസ് B സ്ക്വയർ വെച്ച് എഴുതിയേക്കാണ്. നിങ്ങൾക്ക് വേണേൽ രണ്ടിൻ്റെ സ്ക്വയർ കണ്ട് സബ്ട്രാക്ട് ചെയ്തിട്ട് സ്ക്വയർ റൂട്ട് കാണാം. അപ്പോൾ നമ്മൾ എന്താ ഫാക്ടറൈസ് ചെയ്തൊക്കെ ചെയ്യേണ്ടി വരും. ഇതെന്ന് നോക്കിക്കേ, 17 + 8 ദറ്റ് ഈസ് 25. 17 - 8 A + B × A - B 9. 25ൻ്റെ റൂട്ട് 5, 9ൻ്റെ റൂട്ട് 3. 5 × 3 15 centimeter. അപ്പോൾ OD എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 15 എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാകുമ്പോൾ OB എത്രയായിരിക്കും? O എന്ന് പറയുന്നത് BDയുടെയും മിഡ് പോയിൻ്റ് അല്ലേ. അപ്പോൾ ദിസ് ഈസ് ഓൾസോ 15 centimeter. അപ്പോൾ BD എന്ന് പറയുന്ന ടോട്ടൽ ലെങ്ത് 30 centimeter ആണല്ലോ. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അതർ ടു ഡൈവേർട്ടീസസ് ഇസ് ഈക്വൽ ടു 30 centimeter. ഇനിയും ഏരിയ കാണാൻ ഒരു ഡയഗണൽ 30 എന്നുണ്ട്, അടുത്ത ഡയഗണൽ 60 എന്നുണ്ട്. അപ്പോൾ D1 is equal to 16 centimeter, D2 is equal to 30 centimeter. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് D1 D2, half into 16 into 30, that is 240 centimeter square. Okay. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ച്. ഇവിടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഒരു റോംബസ് ഉണ്ട് വലുത്. അതിൻ്റെ ഡയഗണൽസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ബൈസെക്റ്റേഴ്സ് ആണ്. ആ ഡയഗണൽസിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ ഡയഗണലിൻ്റെ ഹാഫാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഹാഫാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടും. ആ ഹാഫിൻ്റെ മിഡ് പോയിൻ്റ് ജോയിൻ ചെയ്ത് നമ്മൾ അടുത്ത ഒരു റോംബസ് ഉണ്ടാക്കി. ഇത് റോംബസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പം നമുക്ക് ABCD എന്ന് പറയുന്ന റോംബസ് ആണ് തന്നിട്ടുണ്ട്. ABCD rhombus ആകുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഡയഗണൽസ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഫോർ എ റോംബസ്.
Therefore, angle AOD, angle AOB, DOC, BOC ഈ 4 ആംഗിളും എത്രയാണ്? 90 വീതം ആണ്. നമുക്ക് ഡയഗണൽസിൻ്റെ ലെങ്ത് നമ്മൾ D1 D2 സാധാരണ എടുക്കുന്ന പോലെ തന്നെ എടുക്കുന്നു. ഞാൻ ഈ BD എന്ന ഡയഗണലിൻ്റെ ലെങ്ത് D1 എന്നും AC എന്ന ഡയഗണലിൻ്റെ ലെങ്ത് D2 എന്നും എടുക്കുന്നു. അങ്ങനെയാവുമ്പോൾ നോക്കിയേ, OP എന്ന് പറയുന്ന ലെങ്ത് എന്ത് വരും? OA എന്ത് വരും? നോക്കിക്കേ, AC ടോട്ടലി D2 ആണ്. അപ്പം ഇത് O എന്ന് പറയുന്നത് AC-യുടെ മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് AO എന്ന് പറയുന്ന ഡിസ്റ്റൻസ് AC-യുടെ ഹാഫാണ്. അതുപോലെ OCയും എന്താണ്? AC-യുടെ ഹാഫാണ്. AC എന്ന് പറഞ്ഞാൽ D2 ആകുമ്പോൾ D2-ൻ്റെ ഹാഫാണ് AO. അതേപോലെ OC എന്ന് പറയുന്നത് D2-ൻ്റെ ഹാഫ്. ഇനി അടുത്തത് OA-യുടെ മിഡ് പോയിൻ്റ് ആണ് P എന്ന് പറയുമ്പോൾ OA-യുടെ ഹാഫ് ഓഫ് OA/2. OA എത്ര? OA എന്ന് പറയുന്നത് D2/2 അതിൻ്റെ ഹാഫ്. അപ്പം D2/2-ൻ്റെ ഹാഫ് അതാണ് OPയും ORഉം. D2/2-ൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ D2/4. ഇനി ഇതേപോലെ BD എന്ന് പറയുന്നത് D1 എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ OB എന്ന് പറയുന്നതും OC എന്ന് പറയുന്നതും O മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് D1-ൻ്റെ ഹാഫാണ്. അപ്പോൾ ഈ OD-യുടെ മിഡ് പോയിൻ്റ് ആണ് S, OB-യുടെ മിഡ് പോയിൻ്റ് ആണ് Q. അപ്പോൾ ഈ OB-യുടെ ഹാഫ് ആയിരിക്കുമല്ലോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലേ? ഇത് മിഡ് പോയിൻ്റ് ആകുമ്പോൾ ഇതിൻ്റെ ഹാഫ് ആയിരിക്കും ഈ ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? D1/2. അപ്പോൾ അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ D1/4. അതുപോലെ OSഉം D1/4. അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസുകളെല്ലാം കിട്ടി. OS, OQ, OP, OR. ഇനി നമ്മൾ 2 ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുവാണ്. POS, SOR. ഈ 2 ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത എന്താ? ഈ ആംഗിൾസ് 90 ഡിഗ്രിയാണ്, അല്ലേ? അതിന് കാരണം എന്താ? ഇക്വേഷൻ 1 നമ്മൾ പറഞ്ഞു ഈ ആംഗിൾസ് എല്ലാം 90 ഡിഗ്രിയാണ്. അതേപോലെ ഈ 2 ട്രയാങ്കിളിന് കോമൺ ആയിട്ടുള്ള സൈഡാണ് OS. അതേപോലെ OP = OR നമ്മളിവിടെ പറഞ്ഞു. OP = OR = D2/2. അപ്പോൾ ഈ ട്രയാങ്കിൾ POS, ട്രയാങ്കിൾ SOR, ഈ 2 ട്രയാങ്കിളിൻ്റെയും 2 ആംഗിളും അല്ല 2 സൈഡും, ഇത് കോമൺ സൈഡ്, ഈ സൈഡ്, അപ്പോൾ 2 സൈഡും ഇൻക്ലൂഡഡ് ആംഗിളും ഈക്വൽ ആണ്. 2 സൈഡ് ചേരുന്ന ആംഗിൾ ഏത് തിയറം? SAS ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചതാണ്. 2 സൈഡും ഇൻക്ലൂഡഡ് ആംഗിളും ഈക്വൽ ആകുന്നത് കൊണ്ട് ഈ 2 ട്രയാങ്കിൾസും ഈക്വൽ ആണ്. മനസ്സിലായോ? അപ്പോൾ OS കോമൺ സൈഡാണ്. OP = OR എന്ന് നമ്മൾ അതിൻ്റെ വില 2-ൻ്റെ D2/4 ആണ്. ഈ ആംഗിൾസ് 90 ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 സൈഡും ഇൻക്ലൂഡഡ് ആംഗിളും ഈക്വൽ ആകുന്നത് കൊണ്ട് ട്രയാങ്കിൾ POSഉം ട്രയാങ്കിൾ SORഉം ഈക്വൽ ട്രയാങ്കിൾസ് ആകും SOS തിയറം വെച്ചിട്ട്. When triangles are equal, side opposite to equal angles are equal. അപ്പോൾ ഈ 2 ട്രയാങ്കിൾസ് ഈക്വൽ ആകുമ്പോൾ ഈക്വൽ ആയിട്ടുള്ള ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് ആണ് PSഉം SRഉം. അതുകൊണ്ട് ഈ 2 സൈഡ്സും ഈക്വൽ ആകും. അപ്പോൾ ഇതേപോലെ അടുത്ത 2 ട്രയാങ്കിൾ എടുത്താൽ നമുക്ക് ഈ 2 സൈഡ്സ് ഈക്വൽ ആണെന്ന് പറയാം. അതുപോലെ ഇത് 2 എടുത്താൽ ഈ സൈഡ്സ് 2 ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ അത് എല്ലാം പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഒരെണ്ണം പ്രൂവ് ചെയ്തു, PS = SR എന്ന് പ്രൂവ് ചെയ്തു. Similarly, we can prove PS = SR PQ QR. അതായത് PS എന്ന് പറയുന്നത് SRന് ഈക്വൽ ആണ്, അത് QRന് ഈക്വൽ ആണ്, അത് PQന് ഈക്വൽ ആണ്. കാരണം ഇത് 2 ഈക്വൽ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 2 ട്രയാങ്കിൾ എടുത്തു. ഇനി ഈ 2 ട്രയാങ്കിൾ എടുക്കുമ്പോൾ എന്ത് വരും? SRഉം QRഉം ഈക്വൽ ആണെന്ന് കിട്ടും. ഈ 2 ട്രയാങ്കിൾ എടുക്കുമ്പോഴോ QRഉം PQവും ഈക്വൽ ആണെന്ന് കിട്ടും. അങ്ങനെയാകുമ്പോൾ ഈ 4 സൈഡ്സും ഈക്വലായി. 4 സൈഡ്സും ഈക്വൽ ആകുമ്പോൾ അതെന്തായി മാറും? ദാറ്റ് ക്വാഡ്രിലാറ്ററൽ ഈസ് റോംബസ്.
Therefore, PQRS is a rhombus. ഇനി അവർ പറഞ്ഞേക്കുന്നത് ഈ ചെറിയ റോംബസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഹാഫ് ഇൻറ്റു D1 D2 എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ഡയഗണൽസ് അല്ലേ? ഹാഫ് ഇൻറ്റു PR ഇൻറ്റു SQ. PR എന്ന് പറയുന്നത് PR ഇൻറ്റു SQ. PR എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് D2/4 ആണ്. ഇതും D2/4 ആണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്ത് വരും? PR എന്ന് പറയുന്നത് D2/2. D2/4ഉം D2/4 കൂടെ ചേരുമ്പോൾ നമുക്ക് എന്ത് വരും? D2/2 ആണോ? ഒരു സാധനത്തിൻ്റെ 4/1 ഭാഗവും അടുത്ത 4/1 ഭാഗം കൂടെ ചേരുമ്പോൾ ഈ ടോട്ടലിന് എന്താ വരുന്നത്? ഹാഫ് വരത്തില്ലേ? അപ്പോൾ ഇതിൻ്റെ ഈ ടോട്ടലിൻ്റെ 1/4 പാർട്ട് ഇത് 1/4 പാർട്ടിൽ എന്ന് പറയുമ്പോൾ ഈ ലെങ്ത് എന്ത് വരും? ദിസ് ഈസ് D2/2. അപ്പോൾ PR എന്ന് പറയുന്നത് D2/2. അതുപോലെ QS എന്ന് പറയുന്നത് D1/2. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? D1 D2 ഡിവൈഡഡ് ബൈ 8. അതാണ് 3 cm² എന്ന് നമുക്ക് ക്വസ്റ്റിനിൽ തന്നേക്കുന്നത്. ചെറിയ റോംബസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 3 cm². അപ്പം D1 D2/4 ആണ്, 8 ആണ് 3 cm². വലിയ റോംബസിൻ്റെ ഏരിയ എന്ത് വരും? ഹാഫ് D1 D2. അതിൻ്റെ ഡയഗണൽസ് ആ D1 D2. അപ്പോൾ ഹാഫ് D1 D2. D1 D2/8 എന്ന് പറയുന്നത് 3 ആകുമ്പോൾ D1 D2/2 എന്ത് വരും? ഇതിൻ്റെ 4 ടൈംസ് ആണ്. ദാറ്റ് ഈസ് 4 × 3. അതായത് D1 D2 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 12 എന്ന് കിട്ടും ഇല്ലേ? 12 24 എന്ന് വരും. D1 D2 എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ D1 D2 is equal to 24. അപ്പോൾ 24/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 12. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ചെറിയ റോംബസിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഹാഫ് ഇൻറ്റു അതിൻ്റെ ഡയഗണൽസ് രണ്ടും. ഡയഗണൽസ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഡയഗണൽസിൻ്റെ ഹാഫ് വെച്ചാണ് കണ്ടുപിടിച്ചത്. അതിന് ഇരട്ടി വരുമ്പോൾ D2/2 D1/2. അത് നമ്മൾ പ്രോഡക്റ്റ് കാണുമ്പോൾ D1 D2/8 എന്ന് വരും. ഇവിടെ നിന്ന് D1 D2 നമുക്ക് 24 എന്ന് എഴുതാം. 24/2 എടുക്കുമ്പോൾ 12 കിട്ടും. അതല്ലെങ്കിൽ 4 × 3. ഇതിൻ്റെ 4 ടൈംസ് ആണ് ഏരിയ. 4 × 3 ദാറ്റ് ഈസ് 12 cm². ഓക്കെ. നെക്സ്റ്റ്, what is the area of the largest rhombus that can be drawn inside a rectangle of sides 6 cm and 4 cm? അതായത് ലെങ്ത് 6 cm ബ്രെഡ്ത്ത് 4 cm റെക്റ്റാങ്കിളിനകത്ത് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ റോംബസിൻ്റെ ഏരിയ കാണുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് 6ഉം 4ഉം സൈഡുള്ള റെക്റ്റാങ്കിൾ നമ്മൾ വരച്ചു. ഇതിൻ്റെ ഏരിയ മാക്സിമം എന്ന് പറയുമ്പോൾ D1 ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് D1 D2 അല്ലേ നമ്മുടെ റോംബസിൻ്റെ. അപ്പോൾ ഏരിയ മാക്സിമം എന്ന് പറയുമ്പോൾ D1നും D2നും മാക്സിമം വാല്യൂ വരണം. അപ്പോൾ ഇവിടെ D1നും D2നും വരാവുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 6ഉം 4ഉം ആണ് അല്ലേ? ലെങ്തും ബ്രെഡ്ത്തും നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ 6ഉം 4ഉം ആണ്. അപ്പോൾ മാക്സിമം അതിനകത്ത് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ മാക്സിമം വരാവുന്നത് 6ഉം 4ഉം ആണ്. നമ്മൾ D1 6 എന്നും D2 4 എന്നും എടുത്തു. അതായത് ഇതിൻ്റെ സൈഡുകളുടെ മിഡ് പോയിൻറ്റിൻ്റെ ജോയിൻ ചെയ്ത് കിട്ടുന്ന റോംബസ്. അതായത് റെക്റ്റാങ്കിളിൻ്റെ സൈഡുകളുടെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് നമ്മൾ റോംബസ് ഉണ്ടാക്കിയാൽ ആ റോംബസിനെ സംബന്ധിച്ച് ഇത് എത്രയായിരിക്കും? 4. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഇത് വരും 6. അപ്പോൾ D1 6 D2 4. അപ്പോൾ ഏരിയ ഓഫ് ദി ലാർജസ്റ്റ് റോംബസ് എന്ന് പറയുന്നത് എന്ത് വരും? ഹാഫ് D1 D2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് × 6 × 4 ദാറ്റ് ഈസ് 12 cm².
ഇപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒരു 2-3 ആവർത്തി വായിച്ച് നോക്കിയതിന് ശേഷം വേണം ഇത് നമ്മൾ ഈ വീഡിയോ കണ്ട് ബുക്കിലേക്ക് എഴുതാൻ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകുന്നില്ലെങ്കിൽ 1-2 പ്രാവശ്യം നോക്കുക. അതിനകത്ത് 5th ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഇത്തിരി ഒരു ബുദ്ധിമുട്ട് നേരിടുന്നെങ്കിൽ ഉള്ളത്. അത് പറഞ്ഞ എക്സ്പ്ലനേഷൻ നന്നായിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ ഇത് ചെയ്യുക. ഓക്കെ.